പിന്നെ നമ്മൾ രാത്രി ടി വി ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കുന്ന സ്വഭാവമുണ്ടോ, കോഫി ടീ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ടോ, അതിനകത്ത് എത്ര ഷുഗർ ഇടുന്നുണ്ട് എന്നൊക്കെയുള്ളത് നമ്മൾ ഒരു ഡയറ്റ് എഴുതിയാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി വിൽ ബിക്കം മോർ അവെയർ. പിന്നെ രണ്ടാമത്തെ നമ്മൾ എക്സസൈസ്. നമ്മൾ ചിലപ്പം ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്ന ജോലിയായിരിക്കും. അപ്പം ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ റിസ്ക് ഫാക്ടർ ഫോർ എവറിത്തിങ്. അപ്പം ഡയബറ്റിസ് വരാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം, പിന്നെ BP വരാം, പിന്നെ അമിതവണ്ണം വരാം, കൊളസ്ട്രോൾ, പിന്നെ സിന്തസിസിനെ എഫക്റ്റ് ചെയ്യാം. സോ ഇറ്റ് ആക്ച്വലി ഹാസ് എ ലോട്ട് ഓഫ് സൈഡ് എഫക്ട്സ് ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് ഡൂയിങ് സംതിങ്. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ഓഫീസിൽ ഒരു ഇടയ്ക്കൊന്ന് ക്യാബിനിൽ നടക്കാമോ, ഇല്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യുന്ന ലിഫ്റ്റ് യൂസ് ചെയ്യാതെ റാമ്പോ സ്റ്റെപ്പിൽ പോയാൽ പിന്നെ ചെയ്താൽ മതിയോ. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഫിസിക്കൽ ആക്ടിവിറ്റി ഡെഫിനറ്റ്ലി 30 to 35 minutes പെർ ഡേ നമുക്ക് ചെയ്യാൻ പറ്റിയ എന്നാൽ നല്ലതാണ്. ബട്ട് ബിക്കോസ് പലരും ഓഫീസിൽ കൂടുതൽ ടൈം